വെടിയുണ്ട സ്ത്രീയുടെ നെഞ്ചു തുളച്ചുകേറി. പക്ഷെ അവൾ ഉടൻ മരിച്ചില്ല. കാരണം സമയം താൽക്കാലികമായി നിശ്ചലമായിരുന്നു. അവൾ ആശ്ചര്യത്തോടെ ചുറ്റുപാടുകൾ നോക്കി. അതിനിടെ മരണം മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് ഇനി വെറും 15 സെക്കൻഡ് മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷെ ഈ സമയത്ത് നീ ആഗ്രഹിച്ച പോലെ സമയം നിർത്താം, പുനരാരംഭിക്കാം. ഉചിതമായി ഉപയോഗിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, മരണം പറഞ്ഞു. അവൾ ഒരു ദാരുണമായ ധൈര്യമായ തീരുമാനമെടുത്തു. ഈ 15 സെക്കൻഡിൽ കൊലയാളിയെ കണ്ടുപിടിക്കാൻ അവസരമുണ്ടെങ്കിൽ കൊലയാളിയോടൊപ്പം തന്നെ ചാവാനാണ് ഉത്തമം. സമയം വളരെ കുറവാണ് എങ്കിലും അവൾ ശ്രമിക്കാൻ തീരുമാനിച്ചു. ആദ്യ ശ്രമം പരാജയമായി. സമയം പുനരാരംഭിച്ചപ്പോൾ അവളെ വേദന പിടിച്ചു. പക്ഷെ അവൾ തളരില്ലെന്ന് തീരുമാനിച്ചു. വേദന സഹിച്ച് വീണ്ടും ശ്രമിച്ചു. ഈ വട്ടം അവൾ വിജയിച്ചു. കൊലയാളിയെ കണ്ടപ്പോൾ അവൾ അതീവ ഞെട്ടിപ്പോയി. അത് ക്ലയന്റിന്റെ മകളായി ഷാവോമി ആയിരുന്നു. ഷാവോമിയുടെ അമ്മയ്ക്ക് ഗുരുതരമായ മാനസിക രോഗമുണ്ടായിരുന്നു. അവർക്ക് നിശ്ചിത സമയത്ത് മരുന്ന് നൽകേണ്ടത് സ്ത്രീയുടെ ഉത്തരവാദിത്വമായിരുന്നു. രോഗം മെച്ചപ്പെടാതെ വന്നപ്പോൾ അവൾ മരുന്നിന്റെ ഡോസ് കൂട്ടി. കുറച്ചു ദിവസത്തിനു ശേഷം ഷാവോമി കണ്ടത് അമ്മ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതായി. സ്ത്രീ കരുതിയത് ഷാവോമി ഫൂചോയ്ക്കാണ് എത്തിയതെന്ന്. അവൾക്ക് കുറ്റബോധമില്ലായിരുന്നു. പക്ഷെ മരിക്കുമ്പോഴും ഷാവോമിയെ കൂടെ കൊണ്ടുപോകാമെങ്കിൽ അത് തന്നെ നല്ലത്. അവൾ ചുറ്റുപാട് ശ്രദ്ധാപൂർവം